CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അതിൽ മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതൃനിരയുടെ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായാലും മതനിരപേക്ഷതയെ എല്ലാവരും നെഞ്ചേറ്റി കേരളത്തിൻ്റെ പൊതുധാരയിൽ അതിന് മുൻകൈ നേടാൻ സാധിച്ച ഒരാശയതലം സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായ സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്നലെ KPCC പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഞാൻ വേണമെങ്കിൽ RSS ആവും എന്ന് മുമ്പ് പറഞ്ഞപ്പോഴും ഇത്ര കൃത്യതയോടുകൂടി മതനിരപേക്ഷതയ്ക്കെതിരായി വർഗീയ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്ന ഒരു KPCC പ്രസിഡൻറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആരും അത് അത്ര കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് RSSൻ്റെ കൊള്ളാവുന്ന ആളുകളെയെല്ലാം സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഗവർണറുടെ നിലപാട് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ്. പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയുന്നതാണ് RSSൻ്റെ ക്രിമിനൽ സംഘത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ബന്ധുക്കളെ യാതൊരു യൂണിവേഴ്സിറ്റി നിബന്ധനകൾക്കും വിധേയമാവാത്ത നിരവധി ആളുകളെ ഹൈക്കോടതി തന്നെ അവരുടെ വിദ്യാർത്ഥി പ്രതിനിധികൾ എന്ന രീതിയിൽ ABVPക്കാരെ കൊടുത്തപ്പോൾ അതിന് സ്റ്റേ നൽകിയ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ സുധാകരനെ പോലെയുള്ള KPCC പ്രസിഡന്റ് ഇതിനെല്ലാം വെള്ളപൂശി കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായിട്ടും കൂട്ടുനിൽക്കുന്നു എന്ന് വരുമ്പോൾ ഉത്തരേന്ത്യയിലെ കോൺഗ്രസ്സുകാരെ പറ്റി ഞങ്ങൾ സാധാരണ പറയാറുണ്ട് മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന്. കേരളത്തിലെ കോൺഗ്രസ്, സാധാരണ കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം. മുസ്ലിം ലീഗിൻ്റെയും ആളുകളെ യഥാർത്ഥത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യമായി ഞങ്ങൾ പറയുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്, ലീഗിൻ്റെ നിലപാടെന്താണ് എന്ന്. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കി. കാരണം കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഒരു ഓഹരി കിട്ടിയാൽ അത് ഞങ്ങളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും. ഗവർണർ ഇങ്ങനെയുള്ള നോമിനേഷൻ നൽകുന്നതിൽ യാതൊരു പ്രശ്നമില്ല എന്ന് അവർ ഇപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഇതുവരെ പ്രതികരിച്ച് കാണുന്നില്ല. തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ UDFൻ്റെ BJPയുടെ ആളുകളെയാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇതൊരു കോർഡിനേഷൻ സംവിധാനമാണ് ഗവർണർ. പക്ഷേ അത് കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റിയിലെത്തിയപ്പോൾ UDFകാരെയും ഒഴിവാക്കി, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒഴിവാക്കി. കടുത്ത RSS BJP സംഘപരിവാർ വിഭാഗത്തെ മാത്രം അവർ ചേർത്തു. അങ്ങനെ വന്നപ്പോൾ അതിനെതിരായിട്ട് ചിലരെല്ലാം കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ട് പ്രതിഷേധിക്കുന്ന നില സ്വീകരിച്ചപ്പോൾ അതിൻ്റെ പ്രയാസം കൊണ്ടാണ് പരസ്യമായി KPCC പ്രസിഡന്റ് തന്നെ അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത് RSSകാരെയോ BJPക്കാരെയോ നോമിനേറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പദാനുപദം മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത്. ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ കേരളത്തിലാകെയും കാവ്യവൽക്കരിക്കാനുള്ള എല്ലാ ശ്രമത്തെയും പൂർണ്ണമായിട്ട് പിന്തുണക്കുന്നൊരു നിലപാടാണ് കോൺഗ്രസ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ സാഹചര്യത്തിൽ കോൺഗ്രസ്സിലുള്ള ഞങ്ങൾ പൂർണ്ണമായിട്ടും കോൺഗ്രസ് ഈ സുധാകരൻ പറയുന്നതിനോടൊപ്പമാണെന്നുള്ള ധാരണയിലല്ല ഞങ്ങളുള്ളത്. എന്നാൽ കോൺഗ്രസ്സിലുള്ള മതനിരപേക്ഷ ഉള്ളടക്കം നിലനിൽക്കണം, മതനിരപേക്ഷതയെ കാത്തുസൂക്ഷിക്കണം, വർഗീയ ശക്തികൾക്ക് ഒരു വിളനിലമാക്കി കേരളത്തെയും അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളെയും മാറ്റാൻ അനുവദിക്കില്ല എന്ന് കാണുന്ന ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ ഈ KPCC പ്രസിഡന്റിൻ്റെ ഈ നിലപാടിനെതിരായിട്ട് മുന്നോട്ടേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.